കേരളത്തിലെ UDF ആവേശ കൊടുമുടിയിലാണ്. ഏതാണ്ട് 8-9 എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നതോടുകൂടിയാണ് അവർ അത്തരത്തിലൊരു ആവേശ കൊടുമുടിയിലേക്ക് കയറിയത്. 10 വർഷക്കാലം പുറത്തുനിന്ന് വെയിലും മഴയും കൊള്ളേണ്ടി വന്ന UDFന് ഈ എക്സിറ്റ് പോൾ ഫലം വലിയ ഒരു ആവേശമുണ്ടാക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പിണറായി വിജയൻ ഭരണം, ആ ദുർഭരണം ഇവിടെ അവസാനിക്കുന്നു എന്നുള്ള രീതിയിൽ ജനങ്ങളും ആഹ്ലാദത്തിൽ തന്നെയാണ്. ഇനിയാണ് എന്തായാലും ഫലം വന്നു കഴിയുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടക്കുകയും ചെയ്യും. അത് കഴിയുമ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസിൽ അണിയറയിലും അരങ്ങിലും ഒക്കെയായി നടന്നുകൊണ്ടിരിക്കുന്ന നാടകം തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പേരിൽ തെരുവിൽ തന്നെ ആയിരിക്കും ചർച്ചയും വാദകോലാഹലങ്ങളും ഒക്കെ ഉണ്ടാവുക. അത് VD സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ, ഇവർ രണ്ടുപേരുമല്ലാതെ KC വേണുഗോപാലിനെ ഇറക്കുമോ എന്നുള്ളതൊക്കെയാണ്. KC വേണുഗോപാലിന് വേണ്ടി വലിയ മുറവിളിയും ഒക്കെ കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കാര്യങ്ങളൊക്കെ തീർച്ചപ്പെടുത്തുന്നതിൽ ലീഗിന് വലിയ പങ്കുണ്ടെന്നുള്ളത് ഓർക്കണം. ഇപ്പം ഇന്ന് തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട്, UDF വന്നാൽ ലീഗ് ഭരിക്കും. ഇത് മുൻകാലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. UDFൻ്റെ ഭരണകാലത്ത് ലീഗിന് വലിയ അപ്രമാദിത്വമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും നമ്മൾ കണ്ടു. 5ാം മന്ത്രിസ്ഥാനം വന്നതോടുകൂടി തന്നെ ലീഗിൻ്റെ ആധിപത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. 27 സീറ്റിൽ മത്സരിച്ചിട്ടുള്ള മുസ്ലിം ലീഗ് അവരുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് തന്നെ ഒരു 22-24 ഇടങ്ങളിൽ അവർ വിജയിച്ചു വരുമെന്നുള്ളതാണ്. അത് ശരിയാണ്. ലീഗ് പറഞ്ഞാൽ അത് കൃത്യവുമായിരിക്കും. ലീഗ് അത്തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിയത് ഇക്കുറി അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട്. ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ലീഗ് വളരെ കണക്കുകൂട്ടലോടുകൂടിയുള്ള പ്രവർത്തനമാണ് നടത്തിയത്. അതിൻ്റെ ഫലം ഉപതെരഞ്ഞെടുപ്പിൽ കാണുകയും ചെയ്തു. അപ്പോൾ ചോദിക്കും, നിലവിലുണ്ടായിരുന്ന സീറ്റുകളല്ലേ വിജയിച്ചത്? അല്ല, അവിടെയൊക്കെ തന്നെ ഭൂരിപക്ഷം ഉയർത്താൻ സാധിച്ചു. ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമാണ് പ്രതിഫലിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ വിജയമെന്ന് പറയുന്നത് വലിയ ഒരു വിജയം തന്നെയായിരുന്നു. അവിടെ ലീഗിൻ്റെ അധ്വാനമാണ് ഉണ്ടായത്. ലീഗിലെ മുതിർന്ന നേതാക്കൾ വീടുകൾ കയറി ഇറങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഇനിയും പുറത്തു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഫലം UDFന് അനുകൂലമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകും എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ലീഗിനകത്ത് VD സതീശനാണ് എന്നൊരു അഭിപ്രായം ഉയർന്നു വരികയുണ്ടായി. ഇതൊക്കെ ലീഗിന് പറയേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDFലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി തന്നെയാണ് ലീഗ്. ഹൈക്കമാൻഡ് തീർച്ചപ്പെടുത്തേണ്ടതാണിത്. ഈ ഹൈക്കമാൻഡ് ഇവിടുന്ന് പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു ഫോൺ ചെന്ന് കഴിഞ്ഞാൽ പോലും ഹൈക്കമാൻഡിലുള്ളവർ എഴുന്നേറ്റ് പോകും. കാരണം കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബത്തിലുള്ളവർ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെയാണ്. അവർക്കൊക്കെ ജയിച്ചു പോകാൻ ഇടം കിട്ടിയത് എവിടെ നിന്നാണ്? വയനാട്ടിൽ നിന്നല്ലേ. ഇനിയും ഏക ആശ്വാസം എന്ന് പറയുന്നത് എവിടെയാണ്? വയനാട് തന്നെയായിരിക്കും. അപ്പോൾ VD സതീശനെ ലീഗ് ഉയർത്തിക്കാട്ടിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കാരണം ലീഗിന് വലിയ സ്ഥാനമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡും ലീഗും തമ്മിൽ ഇനിയിപ്പോൾ ഒരു തർക്കം തന്നെ രൂപപ്പെടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ലീഗ് VD സതീശന് വേണ്ടി ഉറച്ചു നിൽക്കും.
അതിനേക്കാൾ ഭരണപരിചയമുള്ള രമേശ് ചെന്നിത്തലയുമായിട്ടും ലീഗിന് ബന്ധമുണ്ട്. വി.ഡി. സതീശൻ കേരള യാത്ര നടത്തി, ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നേതൃത്വം കൊടുത്തു. ഈ തെരഞ്ഞെടുപ്പിലും വളരെ മുൻപന്തിയിൽ നിന്നുകൊണ്ടുള്ള ഒരു നല്ല പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു എന്നൊക്കെ ജനങ്ങളുടെ ഇടയിൽ മതിപ്പുണ്ടാക്കിയ നേതാവാണ് വി.ഡി. സതീശൻ എന്നാണ് ലീഗ് പറയുന്നത്. ആ സാഹചര്യത്തിൽ വി.ഡിക്ക് തന്നെ മുഖ്യമന്ത്രി പദം കൊടുക്കണം എന്ന് ലീഗ് ആവശ്യപ്പെടുമ്പോൾ ചെന്നിത്തലയുടെ കഴിഞ്ഞ കാലത്തെ 2016 മുതൽ 2021 വരെയുള്ള ആ കാലയളവിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ ഒരു നല്ല പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാനായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനു മുമ്പുള്ള മന്ത്രി പരിചയവും ഒക്കെ തന്നെ നമ്മൾ കാണണം. അതാണ് രമേശ് ചെന്നിത്തല. പക്ഷേ അതിനെ അകറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വി.ഡി. സതീശനെ ലീഗ് മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് കെ.സി. വേണുഗോപാലിനെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗ് അതിനകത്ത് ഒരു ഇടപെടൽ നടത്താനുള്ള സാധ്യതയുമാണ് കാണുന്നത്. കാരണം വി.ഡി. സതീശനും ലീഗുമായിട്ട് അത്രത്തോളം അടുത്തിരിക്കുന്ന സ്ഥിതിക്ക് വി.ഡി. സതീശനെ പിന്തുണ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് ലീഗ്. പക്ഷേ ഹൈക്കമാൻഡ് ആവശ്യപ്പെടുമ്പോൾ, ഹൈക്കമാൻഡിനോട് ലീഗും തിരിച്ച് ആവശ്യപ്പെടുമ്പോൾ ലീഗിൻ്റെ തീരുമാനത്തിന് ഹൈക്കമാൻഡിന് വഴങ്ങേണ്ടി വരും. കാരണം ഇനിയും പ്രിയങ്ക ഗാന്ധിക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിച്ച് വിജയിക്കേണ്ട ഒരിടമാണ് വയനാട് എന്നുള്ളത് ഓർക്കണം. അവർക്ക് പഴയ തട്ടകമൊക്കെ തന്നെ കൈവിട്ടുപോയി. ഇനി അവിടെയൊന്നും കാലുകുത്താൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ആ സാഹചര്യത്തിൽ കോൺഗ്രസിലെ ഏത് കുറ്റിച്ചൂലിനും നിന്ന് ജയിക്കാവുന്ന ഇടമായിട്ടുള്ള വയനാട്ടിൽ സുരക്ഷിതമായിട്ടുള്ള അഭയം നൽകിയിട്ടുള്ള, പ്രത്യേകിച്ച് ലീഗ് കൂടുതലുള്ള ഒരു ഇടം തന്നെയാണ് വയനാടെന്ന് പറയുന്നത്. അവിടെ അഭയം നൽകിയിരിക്കുന്ന ലീഗിൻ്റെ ആവശ്യങ്ങൾക്ക് ഹൈക്കമാൻഡ് ഒരു പക്ഷേ വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ലീഗ് തെറ്റാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ലീഗിന് അതാണ് പറയുന്നത്, ലീഗ് ഭരിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ്. ലീഗിന് മുൻകാലങ്ങളിലും ആ ആധിപത്യം കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. ഇവിടെ മുഖ്യമന്ത്രി ചർച്ച പൊതു ഇടങ്ങളിലേക്ക് വന്നപ്പോൾ ആ ചർച്ചയെക്കുറിച്ച് ഹൈക്കമാൻഡിൽ വിവരം ധരിപ്പിച്ചതും ആര് തന്നെയായിരുന്നു? ലീഗ് തന്നെയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ചു വന്നപ്പോൾ തന്നെ കോൺഗ്രസ് അതിൻ്റെ ഒരു ആവേശത്തേരിലേക്ക് അങ്ങ് മാറി. 2026 അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ ലീഗ് അങ്ങ് മാറി, കോൺഗ്രസ് മാറി. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി പദത്തിനെ ചൊല്ലിയുള്ള ചർച്ചകൾ ആരംഭിച്ചു. അത് പാർട്ടിക്ക് വലിയ ദോഷമായിട്ട് വരുന്നുവെന്ന് മനസ്സിലാക്കി, മുന്നണിക്ക് വരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ലീഗ് ഹൈക്കമാൻഡിനെ വിവരം ധരിപ്പിച്ചത്. ഒടുവിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു, അക്കാര്യത്തിൽ ഒരു ചർച്ചയും വേണ്ട എന്നുള്ള രീതിയിൽ. എന്തായാലും കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരുന്നതിനോട് ലീഗ് എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ വരുമ്പോഴാണ് ഇനിയിപ്പോൾ ലീഗും ഹൈക്കമാൻഡും തമ്മിലുള്ള തെറ്റൽ ഉണ്ടാകാൻ പോകുന്നത്. ഹൈക്കമാൻഡിന് ഒടുവിൽ ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടിയും വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.